ഇന്ന് നമുക്ക് ഉരുളക്കിഴങ്ങും ചീനിക്കിഴങ്ങും ഉപയോഗിച്ച് ഒരു അടിപൊളി കറി ഉണ്ടാക്കിയാലോ. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ചോറിന് കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ ഒഴിച്ചു കറിയായിട്ട് കൂട്ടാൻ പറ്റിയ ഒരു അടിപൊളി ടേസ്റ്റുള്ള കറിയാണ്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്കുണ്ടാക്കിയാലോ. അതിനാവശ്യമായത് ഒരു പൊട്ടറ്റോ, ഒരു സ്വീറ്റ് പൊട്ടറ്റോ. ഇതിന് രണ്ടിനെ നമുക്ക് ഇങ്ങനെ കഷ്ണങ്ങളാക്കി എടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. നികക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കണം. അത് നന്നായിട്ട് നമുക്ക് വെന്ത് കിട്ടണം. ഇനി നമുക്ക് അതിലോട്ട് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് അതിനെ അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. സ്വീറ്റ് പൊട്ടറ്റോയൊക്കെ നന്നായിട്ട് വെന്ത് ഉടയുകയാണെങ്കിൽ നല്ലത്. ഇപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങും സ്വീറ്റ് പൊട്ടറ്റോയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്ക് ഒരു പാൻ വെച്ച് അതിനകത്തോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയൊക്കെ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് കടുകിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഒരു സവോള കട്ടി കുറച്ച് അരിഞ്ഞെടുത്തതിന് നീളത്തിൽ അരിഞ്ഞെടുക്കണം കേട്ടോ. അതിന് നമുക്ക് ഒന്നിട്ട് കൊടുക്കാം. ഒന്ന് ചെറുതായിട്ട് വഴന്ന് വരുമ്പോഴത്തേക്കും ഇനി നമുക്ക് വേണ്ടത് ഒരു തക്കാളി, 2 പച്ചമുളക്, കറിവേപ്പില, വെളുത്തുള്ളി, ഇത്രയും നമുക്കിട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് വഴന്നൊന്നും വരേണ്ട ആവശ്യമില്ല. അത്യാവശ്യം ഒന്ന് പച്ചപ്പൊക്കെ ഒന്ന് മാറിക്കഴിയുമ്പോൾ നമുക്ക് ഇതിനെ ഉരുളക്കിഴങ്ങിൻ്റെയൊക്കെ കൂടെ ഒന്നും കൂടി ഇട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ അതെല്ലാം കൂടി ഒന്ന് ഒരുമിച്ച് അടച്ച് വെച്ച് വേവിക്കുമ്പോഴത്തേക്കും അതൊരു നല്ല ടേസ്റ്റായിട്ട് വരും. ഇനി നമുക്ക് ഇതിനെ ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ഇതിനകത്ത് ഒഴിക്കാനുള്ള അരപ്പ് റെഡിയാക്കിയെടുക്കാം. അതിന് നമുക്ക് വേണ്ടത് ഒരു പകുതി തേങ്ങ, അതിന് നന്നായിട്ട് ചിരകിയെടുക്കാം. ഇനി അതിലോട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. പെരിഞ്ജീരകം മുഴുവനോടെ ഉണ്ടെങ്കിൽ അങ്ങനെ ഇടുന്നതായിരിക്കും നല്ലത്. ഞാനിവിടെ ഇപ്പോൾ മസാലപ്പൊടിയാണ് ഇട്ടിട്ടുള്ളത്. അതിനെ നിന്നിട്ട് നന്നായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. വെള്ളമൊക്കെ ചേർത്ത് അരച്ചെടുക്കാം. ഇനി നമുക്ക് നമ്മുടെ വെന്തിരിക്കുന്ന ഉരുളക്കിഴങ്ങിനകത്തോട്ട് അതിനെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് തിളയൊക്കെ വരണം. അപ്പോഴത്തേക്കും നമ്മുടെ കറിയൊക്കെ ഇവിടെ റെഡിയായി വരുന്നുണ്ട്. നല്ല നല്ല ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കാൻ ശ്രമിക്കണം. ഇനി നമുക്ക് അവസാനമായിട്ട് കടുക് പൊട്ടിച്ചിട്ട് കൊടുക്കാം. ചെറിയുള്ളിയും വറ്റൽമുളകും കറിവേപ്പിലയൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് വറുത്ത് നമുക്ക് ഈ കറിയുടെ മുകളിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാം. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കാൻ ട്രൈ ചെയ്യുക, കഴിക്കുക, എന്നിട്ട് കമൻ്റ് ഇടുക. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻ്റ് ഇടുക, ലൈക്ക് ഇടുക. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവരും ഇത് കാണുന്ന എല്ലാവരും തന്നെ ഒന്ന് ഉണ്ടാക്കാൻ ട്രൈ ചെയ്യണം കേട്ടോ.